ഇന്ന് രാത്രിയിൽ നാം കിടക്കയിലേക്ക് പോകുന്നതിന് മുൻപായി ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വാക്യം 4-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. അതിങ്ങനെയാണ്: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇതേ വാക്യം നാം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഐ വിൽ ബോത്ത് ലൈ ഡൗൺ ഇൻ പീസ് ആൻഡ് സ്ലീപ്പ്, ഫോർ യു അലോൺ, ഓ ലോർഡ്, മേക്ക് മീ ഡ്വെൽ ഇൻ സേഫ്റ്റി. ഞാൻ സമാധാനത്തിൽ കിടക്കുകയും ഉറങ്ങുകയും ചെയ്യും. ദൈവമേ, അവിടുന്ന് മാത്രമാണ് എന്നെ സുരക്ഷിതമായി കാത്തുപരിപാലിക്കുന്നത്. എത്രയോ അർത്ഥവത്തായിട്ടുള്ള വാക്യമാണിത്. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നാം ആഗ്രഹിക്കുന്നു. എത്രയോ ആളുകൾ സമാധാനമില്ലാത്തവരായിട്ടുണ്ട്. സമാധാനമെല്ലാം നഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പലവിധ കാരണങ്ങൾ കൊണ്ട് ഉറങ്ങാൻ സാധിക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അവരൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നാണ്. ശരിയാവണ്ണമുള്ള ഉറക്കം ലഭിക്കാത്തത് കൊണ്ട്, ഉറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് എല്ലാ ദിവസവും ഗുളിക കഴിച്ചിട്ട് ഉറങ്ങുന്ന ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് ഉറക്കം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൃത്യമായ ഉറക്കം നമുക്ക് ആവശ്യമാണ്. കൃത്യമായ ദൈർഘ്യം നാം ഉറങ്ങേണ്ടത് ആവശ്യമാണ്. ആരോഗ്യവാനായ ഒരു വ്യക്തി 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് വൈദ്യശാസ്ത്രം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉറക്കം നമ്മുടെ ശരീരത്തിന് അനിവാര്യമാണ്. എന്നാൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ആർക്കാണ് സാധിക്കുന്നത്? കിടന്നാൽ ഉടൻ തന്നെ ഉറങ്ങിപ്പോകുന്നത് വാസ്തവത്തിൽ അനുഗ്രഹകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ചിലർക്ക് കിടന്നാൽ ഉടനെ ഒന്നും ഉറക്കം വരാറില്ല. കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. കാരണം ഒരുപാട് ചിന്താകുലങ്ങൾ, പ്രത്യേകിച്ച് ടെൻഷനുള്ള ആളുകൾ, അവർക്ക് ഉറക്കം വരുന്നില്ല. ഒരുപാട് കാര്യങ്ങളെപ്പറ്റിയുള്ള ചിന്താകുലങ്ങൾ മനസ്സിനെ വല്ലാതെ മഥിക്കുമ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഐ വിൽ ബോത്ത് ലൈ ഡൗൺ ഇൻ പീസ് ആൻഡ് സ്ലീപ്പ്. ഐ ഹാവ് പീസ് ഇൻ മൈ മൈൻഡ്. ഐ ഡോണ്ട് ഹാവ് എനി ടെൻഷൻ അറ്റ് ഓൾ. എനിക്ക് ചിന്താകുലങ്ങളുടെ ആവശ്യമില്ല. കാരണം എൻ്റെ മനസ്സിൽ സമാധാനമുണ്ട്. ആ സമാധാനമുള്ളത് കൊണ്ട് എനിക്ക് കിടക്കുവാനും ഉറങ്ങുവാനും സാധിക്കുന്നു. ഇത് എത്രയോ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. ഇന്ന് രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നമുക്ക് സാധിക്കണം. ചിന്താകുലങ്ങൾ ഒന്നുമില്ലാതെ സമാധാനത്തോടെ സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ നമുക്ക് സാധിക്കണം. അതിനെന്താണ് വഴി? 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: കാസ്റ്റ് യുവർ ബർഡൻ ഓൺ ദ ലോർഡ് ആൻഡ് ഹീ ഷാൽ സസ്റ്റെയിൻ യു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ സകല ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ ഇറക്കി വയ്ക്കുന്നുവെങ്കിൽ സമാധാനത്തോടെ ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങുവാൻ നമുക്ക് സാധിക്കും. ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് നാം വല്ലാതെ വിഷമിക്കുന്നുണ്ടാകാം. ഇന്ന് പകലിൽ സംഭവിച്ചതായ പല കാര്യങ്ങൾ, നാളെ നാം എന്ത് ചെയ്യും എന്നുള്ളതായ ചിന്താകുലങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം. എന്നാൽ ഇതെല്ലാം ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ മേൽ ഇറക്കി വയ്ക്കുന്നുവെങ്കിൽ അവിടുന്ന് നമുക്ക് സ്വർഗീയമായ സമാധാനം നൽകിത്തരും. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നമുക്ക് സാധിക്കും. യേശു കർത്താവ് നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. നോക്കുക, ദൈവം നമുക്ക് നൽകുന്നതായ സമാധാനം ദിവ്യമായ സമാധാനമാണ്. The peace that we are receiving from our God is not just like the peace of the world, but it's divine. സ്വർഗീയമായ സമാധാനം. ആർക്കാണ് ഈ സമാധാനം അനുഭവിക്കുവാൻ കഴിയുക? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും. അവരെയാണ് ദൈവമക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത്.
കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കർത്തൃത്വം അവിടുന്ന് ഏറ്റെടുക്കുന്നു. നമ്മുടെ സകല കാര്യങ്ങളും അവിടുന്ന് നമുക്ക് വേണ്ടി നൽകിത്തരുന്നു. യേശു കർത്താവ് എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടുവെന്നും എനിക്ക് പകരമായി അവിടുന്ന് ക്രൂശുമരണം അനുഭവിച്ചുവെന്നും അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് അവിടുത്തെ വകയാക്കി തീർത്തിരിക്കുന്നു എന്നും ഞാൻ വിശ്വസിച്ച് യേശു കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എൻ്റെ സകല ചിന്താകുലങ്ങളും അവിടുന്ന് ഏറ്റെടുക്കുകയാണ്. എന്നെ അവിടുന്ന് സമാധാനത്തിൽ പരിപാലിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എനിക്ക് സാധിക്കുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ ആ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നു. ദാവീദ് രാജാവ് ഒരു കാര്യം കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. For you alone, O Lord, make me dwell in safety. കർത്താവെ, ഭയമില്ലാതെ ഈ രാത്രിയിൽ കിടക്കുവാൻ എന്നെ സഹായിക്കുന്നത് അവിടുന്ന് മാത്രമാണ്. സുരക്ഷിതമായി കിടക്കുവാൻ എന്നെ സഹായിക്കുന്നത് അവിടുന്ന് മാത്രമാണ്. എന്താണ് ഈ രാത്രിയിലെ ഭയം എന്ന് പറഞ്ഞാൽ? രാത്രി എന്ന് പറയുന്ന സമയം സാധാരണയായി മനുഷ്യർ വിശ്രമിക്കാറുള്ളതായ സമയമാണല്ലോ. രാത്രിയുടെ മറവിൽ എന്തൊക്കെ അക്രമങ്ങളാണ് നടക്കാറുള്ളത്? ഭീതികരങ്ങളായ എന്തൊക്കെ കാര്യങ്ങളാണ് രാത്രിയിൽ സംഭവിക്കാറുള്ളത്? 91-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യു ഷാൽ നോട്ട് അഫ്രൈഡ് ഓഫ് ദ ടെറർ ബൈ നൈറ്റ്. രാത്രിയിലെ ഭയത്തെ നിനക്ക് പേടിപ്പാനില്ല. രാത്രിയിലെ ഭയം എന്ന് പറയുമ്പോൾ മഹാഭയം, നടുക്കം എന്നൊക്കെയാണ് അതിൻ്റെ പരിഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രാത്രിയിലുള്ള മഹാഭയത്തെ, നടുക്കത്തെ ഒരുപക്ഷെ നമുക്ക് അധികം മനസ്സിലാവുകയില്ല. യുദ്ധം നടക്കുന്ന ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയമുള്ളവരോട് അന്വേഷിച്ചാൽ അവർ പറയും രാത്രിയിലെ ഭയം എന്താണ് എന്നുള്ളത്. മഴക്കാലത്ത് ഉരുൾപൊട്ടലിൻ്റെ ഭീതിയിൽ കഴിയുന്ന ഹൈറേഞ്ചിലുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയും രാത്രിയിലെ ഭയം എന്താണ് എന്നുള്ളത്. ഇനി ഏതൊരു അസുഖത്തിൻ്റെയും മൂർധന്യാവസ്ഥ രാത്രിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെ ആയിരുന്നാലും ദൈവവചനം പറയുകയാണ്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. The godly are separated for God. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലെ ഭയത്തിൻ്റെ ആവശ്യമില്ല. കാരണം കർത്താവാണ് അവരെ സുരക്ഷിതമായി പാർക്കുവാൻ സഹായിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെയുണ്ട്. രാത്രിയിൽ ഭയമില്ലാതെ കിടന്നുറങ്ങുവാൻ അവർക്ക് സാധിക്കും. കാരണം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാത്രിയിൽ നമുക്കും സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവിനോട് ചേർന്ന് ഇങ്ങനെ പറയാം: ഐ വിൽ ബോത്ത് ലൈ ഡൗൺ ഇൻ പീസ് ആൻഡ് സ്ലീപ്പ്, ഫോർ യു അലോൺ ഓ ലോർഡ് മേക്ക് മീ ഡ്വെൽ ഇൻ സേഫ്റ്റി. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകലിൽ ഞങ്ങളെ ഭദ്രമായി പരിപാലിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എത്രയോ അപകടങ്ങളും ആപത്തുകളും നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനില്ലല്ലോ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനായി, ആയുസ്സിനായി, ക്ഷേമത്തിനായി, ബലത്തിനായി എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ പകലിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയമായ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകണമേ. എല്ലാ ചിന്താകുലങ്ങളും അവിടുത്തെ മേലിട്ടുകൊണ്ട് ഇന്ന് രാത്രിയിൽ സമാധാനത്തോടെ ഞങ്ങൾ ഉറങ്ങട്ടെ. നിർഭയമായി ഞങ്ങൾ വസിക്കട്ടെ. ഞങ്ങളുടെ ദേശത്ത് സമാധാനം നൽകണമേ. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ സുരക്ഷിതമായി എല്ലാവരും പാർക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്കോ ക്ഷീണിതരായിട്ടുള്ളവർക്കോ അവിടുന്ന് സൗഖ്യം നൽകി ഇന്ന് രാത്രിയിൽ സുഖമായി വിശ്രമിപ്പാൻ അവരെ സഹായിക്കണമേ. നല്ല ഉറക്കം നൽകി അവരെ സഹായിക്കണമേ. നാളെ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ഉണർന്നെഴുന്നേറ്റ് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തേക്ക് നന്ദി പറയുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.